ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഖ്നഅ ബിതർകിൽ മുശ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസിലാ മൻ യത്ലുബ മാ ലൈസ യഅനീഹി ഫഖദ് ഫാതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇത്തിലാ. രണ്ടാമത്തെ ഉപദേശം ഖനാഅത്താണ്. വളരെ സൈക്കോളജിക്കലായ ഉപദേശമാണ് ഖനാഅത്ത്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ സംതൃപ്തിയാവുക. ഭക്ഷണമായാലും വസ്ത്രമായാലും വീടായാലും തനിക്ക് അള്ളാഹു കണക്കാക്കി നൽകിയതിൽ മനസ്സ് സായുജ്യമടയുക. അതൊരു പക്ഷേ വളരെ ചെറുതാവാം, ചിലപ്പോൾ വളരെ അനുഗ്രഹമുള്ള സുഖാസ്വാദനമുള്ളതാവാം. എങ്ങനെ ലഭിച്ചാലും അതിൽ സംതൃപ്തിയാവുക, കൂടുതൽ വേണം എന്ന അത്യാഗ്രഹവും വ്യാകുലതയും ഉണ്ടാവാതിരിക്കുക. ഒരാൾക്ക് ഉള്ളത് കുറച്ചാണെങ്കിലും അതിൽ സംതൃപ്തി നൽകപ്പെട്ടാൽ അവൻ ശരിയായ സമ്പന്നനായി തീർന്നു. ഒരാളുടെ മാനസിക സമ്പന്നതയാണ് ഏറ്റവും വലിയ സമ്പന്നത. ആ മാനസിക സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ അള്ളാഹു തനിക്ക് ഖളാ ചെയ്തിട്ടുള്ള ഈ ചുരുങ്ങിയ അളവിൽ സംതൃപ്തനായേ പറ്റൂ. അൽ ഖനാഅത്തു കൻസുൻ ലാ യഫ്ന എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഒരിക്കലും നശിച്ചു പോവാത്ത നിധിയാണ്. അതുകൊണ്ട് തന്നെ വഖ്നഅ ബി തർക്കിൽ മുശ്തഹ വൽ ഫാഖിരി, വഖ്നഅ നീ അല്പം കൊണ്ട്, ഉള്ളതുകൊണ്ട്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടണം. ബി തർക്കിൽ മുശ്തഹ, ആഗ്രഹിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട്. ഒരനുഗ്രഹം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിനപ്പുറത്ത് അതിനേക്കാൾ വലുതൊന്ന് കാണുമ്പോൾ അത് കിട്ടാൻ ആഗ്രഹിക്കും. അത് മനുഷ്യപ്രകൃതിയാണ്. അവരുടെ മനസ്സിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ ശരീരം ഇച്ഛിക്കുന്ന വസ്തുക്കൾക്ക് പിന്നാലെ പോകാതെ അവയെ ഉപേക്ഷിച്ചുകൊണ്ട് കിട്ടിയതിൽ, ലഭിച്ചതിൽ, ഉള്ളതിൽ സായുജ്യനാവുക. വൽ ഫാഖിരി, അതുപോലെ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിമാനം പറയാനും ആഭിജാത്യം പ്രകടിപ്പിക്കാനും ഉതകുന്ന വസ്തുക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് പെരുമ്പറ പറയുക, ആഢ്യത്വം പറയുക, അതിനൊക്കെ ചില മാധ്യമങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ വർദ്ധിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തനാവുക. മിൻ മത്അമിൻ, അത് ഭക്ഷണമാകാം, വ മലാബിസിൻ, വസ്ത്രങ്ങൾ, വ മനാസില, വീടുകൾ, വീടായാലും വസ്ത്രമായാലും ഭക്ഷണമായാലും ശരീരം ഇച്ഛിക്കുന്നതൊക്കെ ചെയ്യാതെ ഉപേക്ഷിച്ചുകൊണ്ട് കുറഞ്ഞതിൽ അഥവാ മാന്യമായി ജീവിക്കാൻ ആവശ്യമായതിൽ സംതൃപ്തി അടയുക. ഇതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നവർക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. മൻ യത്ലുബൻ മാ ലൈസ യഅനീഹി, തനിക്ക് മുഖ്യമല്ലാത്തൊരു വിഷയത്തിൻ്റെ പിന്നാലെ ഒരാൾ പോയാൽ, അതന്വേഷിച്ചുകൊണ്ട് നടന്നാൽ, ഫഖദ് ഫാതല്ലദീ യഅനീഹി, അയാൾക്ക് മുഖ്യമായിട്ട് വേണ്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. മിൻ ഗൈരി ഇത്തിലാ, അയാളുടെ ഭാഗത്തു നിന്ന് പ്രത്യേക വീഴ്ചയൊന്നും വരാതെ തന്നെ അയാൾക്ക് അത്യാവശ്യമായിട്ട് വരേണ്ട പലതും നഷ്ടപ്പെട്ടു പോകും. ഒരു വലിയ ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കാൻ അല്ലെങ്കിൽ അത് വികസിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുമ്പോൾ അയാൾക്ക് അത്യന്താപേക്ഷിതമായി ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഫർദ നിസ്കാരം തന്നെ കറക്റ്റ് സമയം നിസ്കരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഉള്ളത് അള്ളാഹു ചിലപ്പോൾ ചില ആളുകൾക്ക് നന്നായി കൊടുക്കും. അയാൾ അധ്വാനമില്ലാതെ തന്നെ ലഭിക്കും. അയാൾ അറിയാതെ തന്നെ അള്ളാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അത് അനുഭവിക്കേണ്ട എന്നല്ല ഈ പറയുന്നത്. മറ്റ് അനുഗ്രഹങ്ങളിലേക്ക് ഇതിനേക്കാൾ അപ്പുറം വേണമെന്നൊരു ചിന്തയോടുകൂടെ ശരീരം ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന വെറും അഭിമാനവും
ദുനിയാവിൻ്റെ പ്രൗഢിയും പ്രസക്തിയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ മുഖ്യമായ പലതും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന മഹത്തായ സ്വഭാവം സ്വീകരിക്കേണ്ടത് അള്ളാഹുവിനെ അറിയുന്ന വഴിയിലേക്ക് പ്രവേശിച്ച ഓരോരുത്തർക്കും നിർബന്ധമാണ് എന്നാണ് മഹാനവറുകൾ ഇവിടെ പറയുന്നത്. ഖനാഅത്ത്, ഇതൊക്കെ ഓരോ വിഷയങ്ങളും വളരെ വിശാലമായ വിഷയങ്ങളാണ്. പക്ഷേ ഇവിടെ അദ്കിയ എന്ന കിതാബ് ബേസ് ചെയ്തുകൊണ്ടാകയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പ്രതിപാദിക്കുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.